ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സക്കീർ ഹുസൈൻ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ 2023 അഥവാ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ജോഗ്രഫിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ക്വസ്റ്റ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് അറിവുകൾ കിട്ടൂലേ, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാൻ നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ടാണ് മക്കളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സമയം കളയാതെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് അടുത്തതാണ്, സമയം കളയാതെ പെട്ടെന്ന് എന്ത് ചെയ്യടാ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എന്ത് ചെയ്യണം, ജോഗ്രഫിയിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മാനവ വിഭവത്തിന്റെ ഗുണപരമായ സവിശേഷതകൾ ഏതെല്ലാം എന്നുള്ളതാണ്. മെൻഷൻ ദ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. എന്തായിരുന്നു, നമ്മൾ 4 പോലെ പഠിച്ചിരുന്നു. പക്ഷെ നമുക്ക് എന്താണ്, ഇത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് എത്ര മാർക്കിനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക? 2 മാർക്കിനായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ 2 ഉത്തരം എഴുതിയാൽ മതി. ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? എഡ്യൂക്കേഷൻ അല്ലെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും അല്ലെ. പിന്നെ സാക്ഷരതകളൊക്കെ ഉണ്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇതിങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്, മാനവവിഭവശേഷിയെ 2 ആയിട്ടില്ല. ഹ്യൂമൻ റിസോഴ്സിനെ 2 ടൈപ്പിലുണ്ട്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അല്ലെ. 2ാമത്തെ എന്താ, സ്റ്റാൻഡേർഡ് സമയം എന്നാൽ എന്ത്? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? വിച്ച് മെറീഡിയൻ ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. എന്താണ്, മിഡിലിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ. അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന ലോക്കൽ ടൈം ആണ് സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയുടെ മാനക രേഖാംശം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എത്രയാണ്? നമ്മൾ കുറെ വട്ടം പറഞ്ഞതാണ്. എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലെ, പൂർവ്വ രേഖാംശ രേഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലടാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ് കൺസിഡർ ദ ലോഞ്ചിറ്റ്യൂഡ് ദ passes almost through its middle as the standard meridian. So the local time at the longitude that passes through the middle of a country is known as standard time. എന്താണ്, ലോകത്തിലെ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ എന്ത് വിളിക്കുന്നടാ? മാനക രേഖാംശ രേഖ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, മാനക രേഖാംശത്തിലെ ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയത്തിന് എന്ത് പറയടാ? ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നു. സോ എന്താണ്, അപ്പൊ എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോടാ. ഇതാണല്ലോ 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു മക്കളെ. ഈ 2 പോയിന്റും എഴുതി വെച്ചാലും എന്താണ്, നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അടുത്തത് ഏതായിരുന്നടാ? ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം. 3ാമത്തെ ചോദ്യം, 3ാമത്തെ പാഠത്തിൽ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യയിലെ 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് മെൻഷൻ ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു. ആ പോയിന്റ്സുകളാണ് ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ദ ഡിഫറെന്റ് നീഡ്സ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ അല്ലെ. അതുപോലെ ടു പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്, പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ പഠിച്ചിരുന്നു. പിന്നെയോ ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി, ഒരു രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയുടെ ലഭ്യത എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡെപിക്ട്സ് ദ എക്സ്റ്റെന്റ് ഓഫ് ബേസിക് ഫെസിലിറ്റി റിക്വയർഡ് ബൈ ദ പീപ്പിൾ അല്ലെ, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ ജനസംഖ്യാ പഠനം ആവശ്യമാണ്. സോ ക്വാണ്ടിഫൈ ദ ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ് അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ് അല്ലെ, ആവശ്യമായ സാധനങ്ങളുടെ സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ. ദ ലാസ്റ്റ് ഡിറ്റർമൈൻസ് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ്, സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കാൻ. ഇത് പഠിച്ചു വെക്കണം മക്കളെ. 2 മാർക്കിനായിട്ടും 3 മാർക്കിനായിട്ടും 4 മാർക്കിനായിട്ടും നിങ്ങൾ പരീക്ഷ ഹാളിൽ കാണാൻ സാധിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും അല്ലെ. 2 മാർക്കിനാണ് കഴിഞ്ഞതിൽ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇനി 3ഓ 4ഓ ആയിരിക്കും. അപ്പൊ 3 പോയിന്റോ 4 പോയിന്റോ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം മക്കളെ. അടുത്ത
നോക്കല്ലേ നമ്മള്. അടുത്ത എന്താണ്? ഹേമന്ത കാലത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ഓട്ടത്തിന്റെ സീസൺ, ഓട്ടം സീസണിന്റെ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഓട്ടമോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ, ഓട്ടമോ ചോദിക്കും അല്ലെങ്കിൽ സ്പ്രിങ്ങോ ചോദിക്കും. ഓട്ടത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സ്പ്രിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് സമ്മർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നത് ഏതേനെ? ഓട്ടമോ സ്പ്രിങ്ങോ അല്ലെ, അഥവാ ഹേമന്തമോ അല്ലെങ്കിൽ വസന്തമോ നിങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഹേമന്തത്തെ കുറിച്ച് അഥവാ ഓട്ടത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നോക്കിക്കോളി. സെപ്റ്റംബർ, ബിറ്റ്വീൻ സെപ്റ്റംബർ 23 to December 22 in the northern hemisphere അല്ലെ. സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തമാണ്. സോ അതിന്റെ പ്രത്യേകത എന്താണ്? ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ഫ്രം സമ്മർ ടുവേർഡ് വിന്റർ അല്ലെ. എവിടേക്കാണ്? സമ്മറിൽ നിന്ന് വിന്ററിലേക്കാണ്. സമ്മറിൽ നിന്ന് അഥവാ വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഏത്? ഹേമന്തം എന്ന് പറയുന്നത്. ഓട്ടം എന്ന് പറയാം. എന്താ അതിന്റെ പ്രത്യേകത? ശൈത്യകാലത്തേക്ക് പോവുകയാണ്. സോ അതുകൊണ്ട് എന്താവും? ടെമ്പറേച്ചർ ഡിക്രീസ്, ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടടാ? പഠിച്ചിട്ടുണ്ട് ഇല്ലടാ? ഉണ്ട്. ഇനി നോക്കിയടാ, എന്താ മറ്റൊരു പ്രത്യേകത എന്താ? ഷോർട്ടേണിംഗ് ഡേ ആൻഡ് ലെങ്തേണിംഗ് ഓഫ് നൈറ്റ് അല്ലെ. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം ഇങ്ങനെ കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഈ ഓട്ടം കാലഘട്ടം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത്, സീസൺ എന്ന് പറയുന്നത്. സോ അതിന് മറ്റൊരു പ്രത്യേകത എന്താ? ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്, മരങ്ങൾ എന്ത് ചെയ്യുന്നടാ? ഇല പൊയ്ക്കുന്നു അല്ലെ. ഇല പൊയ്ക്കുന്ന കാലമാണ്. എന്തിനാണ്? ശൈത്യകാലത്തേക്ക് പോകുകയാണ്. പുതിയൊരു ഇലകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇലകളൊക്കെ കൊയ്യുന്ന ഒരു കാലമാണ്. മരങ്ങളൊക്കെ, ട്രീസുകളൊക്കെ അവിടെ ലീവ്സുകളൊക്കെ ഷെഡ് ചെയ്യുന്ന കാലമാണ്. ഇത്രയും പോയിന്റ്സ് ആണടാ, 3 പോയിന്റ്സ് 3 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ എന്റെ പുന്നാർ മക്കൾക്ക്? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയാണ് മക്കളെ. നോക്കി, ഇനി എന്താണ്? മൺസൂൺ കാറ്റുകളുടെ രൂപം കൊള്ളലിന് കാരണമാവുന്ന ഘടകങ്ങൾ. മെൻഷൻ ദ ഫാക്ടേഴ്സ്. മനസ്സിലാക്കണേ. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. നമ്മൾ പഠിച്ചില്ലടാ 3 മാർക്ക് 3 പോയിന്റ്സുകളായിരുന്നില്ലടാ. അതായിരുന്നു മൺസൂൺ രൂപമാകുന്നത്. ഒന്നെന്തായിരുന്നു നോക്കിയടാ. ഏതാണ്? ദ അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ആണ്, സൂര്യന്റെ അയനം. Then next Coriolis force, then difference in heating അല്ലെ. എന്തായിരുന്നു? ഒന്നാമത്തെ സൂര്യന്റെ അയനമാണ്. എന്താന്ന് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ കോറിയോളിസ് ഫോഴ്സ് ആണ് അല്ലെ. ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നതിലെ കാറ്റുകള് ഇടത്തോട്ടാണ് വലത്തോട്ടാണ്, ഏതൊക്കെ ഹെമിസ്ഫിയറിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് തപനത്തിലെ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് അല്ലെ. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വീണ്ടും വരുന്നു അല്ലെ. എന്ത് സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, വെറുതെ കിട്ടുന്ന. ഇനി നോക്കിടാ. What is the importance of Greenwich meridian in time calculation അല്ലെ. സമയ നിർണയത്തിൽ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം എന്താണ് ഗ്രീനിച്ച് രേഖ എന്നാണ് സത്യത്തിൽ അവിടെ ഉള്ളത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണ് എന്ത്? ഗ്രീനിച്ച് അല്ലെ. ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അതിലൂടെ പോകുന്ന അതിലൂടെ പോകുന്നതാണ് എന്താ? ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നോക്കിയടാ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഓക്കെ, ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനാണ്. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുള്ള സമയം നിർണ്ണയിക്കുന്നത് അല്ലെ. ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഗ്രീനിച്ച് ലൈന് ബേസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ അല്ലെ. ഈ രേഖയെ എന്ന് പറയുന്നു പ്രൈം മെറിഡിയൻ. ചോദ്യം വീണ്ടും വരാട്ടോ. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളോട് വീണ്ടും ചോദ്യം വരാം. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രീനിച്ച് മെറീഡിയന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിനാകപ്പാട് ടൈം സോണുകളായിട്ട് 24 ടൈം സോണുകളായിട്ട് ഓരോ അവേഴ്സിന്റെയും 24 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഗ്രീനിച്ച് രേഖയാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന പേരാണ്. സോ അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ലൈനിനെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ഗ്രീനിച്ച് സമയം നിർണ്ണയിക്കുന്നത്. ഈ ഗ്രീനിച്ച് ടൈമിനെ കൺസിഡർ
കൺസിഡർ ചെയ്തിട്ടാണ് വേൾഡ് ഓവറിലും എന്തുണ്ട് 24 ടൈം സോണുകളായിട്ട് 1 അവർ ഡിഫറൻസിലുള്ള 24 ടൈം സോണുകളായിട്ട് സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുള്ളത് അല്ലേ. അതുമാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രീനിച്ച് സമയനിർണ്ണയത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കിയാണ് മക്കളെ, കാറ്റുകളുടെ ദിശയെ കോറിയോളിസ് ബലം സ്വാധീനിക്കുന്നത് എങ്ങനെ. എക്സ്പ്ലെയിൻ ഹൗ ദ കോറിയോളിസ് ഫോഴ്സ് അഫക്ട് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. നമ്മൾ പഠിച്ചു വിൻഡിന് 3 ഡയറക്ഷൻസുകളാണ് അല്ലെ, ഡയറക്ഷനെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സുകളാണ്, 3 ഫാക്ടേഴ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എന്തായിരുന്നു, അപ്പറന്റ് മൂവ്മെന്റ് ആണ്, കോറിയോളിസ് ഫോഴ്സ് ആണ്, ആൻഡ് ലാസ്റ്റ് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ് അല്ലെ. അതിലെന്താണ് കോറിയോളിസ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്താണ് ഫ്രീലി മൂവിങ് എന്താണ് ബോഡീസുകളായിട്ടുള്ള ലൈക്ക് വിൻഡുകളെ പോലെയുള്ളതാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് വലത്തോട്ടാണ്, ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ അത് ഇടത്തോട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് പറയുന്നത്, എന്താണ് ഫ്രീലി മൂവിങ് ബോഡീസ് അല്ലെ, ലൈക്ക് ഏത് വിൻഡ്, വിൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ദാറ്റ് the right in the northern hemisphere and the left in the southern hemisphere clear ആണോ this due to the force generated as a result of എന്ത് കാരണമാണ്, earth rotation അതിനാണ് എന്ത് പറയാ കോറിയോളിസ് ഫോഴ്സ് അല്ലേ. അപ്പൊ അത് വിൻഡിന്റെ ഇതിലാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് ആണ്. വിൻഡ് എന്ത് ചെയ്യുന്നു, വിൻഡ് എന്താകുന്നു റൈറ്റ് സൈഡിലേക്കാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിലെ ലെഫ്റ്റിലേക്കും തിരിയുന്നു. എന്താ അതിന് കാരണമായിട്ട് പറയുന്നതാ, കാരണമാകുന്ന ബലം എന്താണ്, അതെന്താണ് കോറിയോളിസ് ബലം എങ്ങനെ ഉണ്ടാകുന്നത്, അത് ഭ്രമണം കാരണമാണ് അല്ലെ. ഭൗമോപരിതലത്തിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് കാറ്റ് എന്താണെന്നോ ഭ്രമണം നിമിത്തം, മനസ്സിലാക്കുക, ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് വലത്തോട്ട് പോകുന്നു. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വലത്തോട്ടാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അത് എവിടേക്കാണ്, ഇടത്തോട്ടാണ്. എവിടേക്കാണ്, ഇടത്തോട്ടാണ് ചലിക്കുന്നത് അല്ലെ. ഇതാണ് കാറ്റുകൾ, കോറിയോളിസ് ബലം എന്ത് ചെയ്യുന്നത്, കാറ്റുകളുടെ ഡയറക്ഷനെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് എന്താ, മാനവശേഷി വികസനത്തിന്റെ തലങ്ങള്, ഡിഫറെന്റ് ലെവൽസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഡിഫറൻസ് ലെവൽ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നോക്കില്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് മക്കളെ, എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ, 4 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. 4 എണ്ണമാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് ലെവൽസുകള് നോക്കണം എന്നുള്ളത് അല്ലെ. ഡിഫറെന്റ് ലെവൽസുകൾ 4 എണ്ണം നിങ്ങൾക്ക് ചോദ്യം വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, വിവിധ തലങ്ങൾ അല്ലെ, വിവിധ തലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയടാ 4 എണ്ണമാണ്. ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദയർ ഓൺ സ്കിൽ അല്ലെ. ഇൻഡിവിജ്വൽസ് അഥവാ വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത്തത് ഫാമിലി ക്രിയേറ്റ്സ് an environment for the development of potential of individuals. നമ്മുടെ കുടുംബം എന്ത് ചെയ്യുന്നുണ്ടോ, വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. മൂന്നാമത്തതോ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും എന്ത് ചെയ്യുന്നുണ്ടടാ, പഠനത്തിന് വേണ്ടിയിട്ട് പരിശീലനത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, സൗകര്യങ്ങൾ ഒരുക്കുന്നു. പിന്നെയോ നേഷൻ പ്രൊവൈഡ്സ് the necessary facilities for its people to develop their skill. നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു, ആ രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഈ 4 പോയിന്റ്സുകളാണ്, 4 മാർക്കിനാണ് കുട്ടികളെ. എത്ര മാർക്കാ, 4 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും. മനസ്സിലായോ? ഇതാണടാ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഡിഫറൻസ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പഠിക്കണം. വിവിധ തലങ്ങൾ ഏതൊക്കെയാണെന്ന് അതിന് പഠിച്ചു വെക്കണം. ചോദ്യം പഠിച്ചു വെക്കണം, ഉത്തരവും പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ. അടുത്തത് ഏതാ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രാധാന്യം. എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ലാസ്റ്റ് ഫസ്റ്റ് പാഠത്തിന്റെ ലാസ്റ്റ് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണെന്ത്, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പറയുന്ന പേരാണ് അല്ലെ. 180 ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ല അല്ലെ, ഇതൊരു നേർരേഖയല്ല.
അല്ലെ, മറിച്ച് എന്താണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ലേഖയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം എന്താ? 24 hours ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എന്തുണ്ട്? 24 hours ഡിഫറൻസ് ഉണ്ട്. അത് ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. പസഫിക്കിലെ ബെറിംഗ് സ്ട്രൈറ്റിലൂടെ ഐലാൻഡുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ്, ജനവാസ മേഖലയുള്ള ദ്വീപുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ലൈന് കടന്നു പോകുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ട്രാവലേഴ്സ് അല്ലെ, ട്രാവലേഴ്സ് ഈ രേഖ മുറിച്ച് കടഞ്ഞ് പടിഞ്ഞാറോട്ട് അഥവാ ഈസ്റ്റിലോട്ട് വെസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കലണ്ടറിലെ ഒരു ദിവസം കൂട്ടിയും. ഇനി അങ്ങോട്ടാണ് ഈസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലോ അവർ ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുക. ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദ ഈസ്റ്റ് അല്ലെ, ഈസ്റ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ടൈം എന്ത് ചെയ്യും? അഡ്വാൻസിങ് ആക്കും അല്ലെ, ഈസ് 1 day അല്ലെ. അങ്ങനെയാണെങ്കിലോ അതുപോലെ തന്നെ ക്രോസ് ചെയ്യാണ് ഏത് വെസ്റ്റിലോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിലോ ഡിഡക്റ്റ് 1 day അവരെന്ത് ചെയ്യും? ഒരു ദിവസം കൂട്ടിയും വെക്കും. ഇതല്ലേടാ പറഞ്ഞത്? ഇതല്ലേ? അഥവാ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നുടാ? നോക്കി, ഇവിടെ 31-ാം തീയതി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 1-ാം തീയതി ആയിരിക്കും. ഇവിടെയാണ് 31-ാം തീയതി ഉണ്ടെങ്കിലോ ഇവിടെ 30-ാം തീയതി ആയിരിക്കും. ഇതാണടാ നമ്മള് പറഞ്ഞിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മാർക്ക് എത്ര നിങ്ങൾക്ക് അറിയാവുന്ന? കഴിഞ്ഞതിൽ ചോദിച്ചത് 4 മാർക്കിനാണ്. പക്ഷേ 5 മാർക്കിന് വരെ ഇത് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനേ നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പക്കാ ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. ഇനി നോക്കടാ, അടുത്തത് ഏതായിരുന്നോ? വെരി സിമ്പിൾ ആണ്, പെട്ടെന്ന് കിട്ടുന്നതാണ്. 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ലോക്കൽ വിൻസുകളിലെ അല്ലെ, 2nd ചാപ്റ്ററിൽ ലോക്കൽ വിൻഡുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പട്ടികയായിട്ട് ടേബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ എഴുതാന്നുള്ളത്. ഫസ്റ്റ് എന്താ? ഐഡന്റിഫൈ ദ ലോക്കൽ വിൻസ് ഫ്രം ദ ഗിവൺ ഇൻസ്. ഇതെന്താണ്? ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഡൗൺ ദ ഈസ്റ്റേൺ സ്ലോപ്സ് ഫ്രം ദ റോക്കി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടി. ഇതാണ് ഇൻ ദ നോർത്തേൺ അമേരിക്ക അല്ലെ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതം. ഏതാടാ? ചിനൂക്കല്ലേ? ഏതാണ്? ചിനൂക്കാണ് അല്ലെ, ചിനൂക്ക്. ഉഷ്ണകാലത്ത് നോക്കി, ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ തന്നെ കിട്ടി, നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ എന്താണ്? നോർത്ത് ഇന്ത്യയിൽ 3 കാറ്റാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. അതൊക്കെയായിരുന്നു ലൂ, മാംഗോ ഷവർ ആൻഡ് കാൽ ബൈശാഖി. അതിൽ 2 നമ്മൾ പഠിച്ചത്. ഏതാണ്? ലൂവും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാംഗോ ഷവറും പഠിച്ചിട്ടുണ്ട്. മാങ്ങ പൂക്കുന്നതാണ്, അത് എവിടെയാണ് നമുക്ക് അറിയാം. അപ്പൊ എന്താണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ് ചോദിച്ചിട്ടുള്ളത്. സമ്മർ സീസണിലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനില് ഏതാണ്? ലൂ ആണ് അല്ലെ, ലൂ ആണ്. ദെൻ സെക്കൻഡ് കിട്ടി. അപ്പൊ തേർഡ് കിട്ടി. 1ാമത്തെ നമുക്ക് കിട്ടി, 2ാമത്തെ കിട്ടി, 3ാമത്തത് ദ വിൻഡ് ദാറ്റ് ബ്ലോ ഡൗൺ ദ നോർത്തേൺ സ്ലോപ്സ് ഫോർ ദ ആൽപ്സ് മൗണ്ടെയിൻ. കിട്ടിയോ? എവിടെ ചോദിച്ചത്? ആൽപ്സ് മൗണ്ടെയിനിലാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരത്തേക്ക് വീശുന്ന ഏതാ? ആൽപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടിയതാണ് ഫോൻ. ഏതാണ്? ഫന്നാണ്. ഇനി ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം. ദ വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ ദ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ സമ്മർ സീസൺ. സൗത്ത് ഇന്ത്യയിൽ. അപ്പൊ ഏതാണ്? മാംഗോ ഷവർ ആണ്. ഏതാണ്? മാംഗോ ഷവർ ആണ് അല്ലെ, മാംഗോ ഷവർ ആണ്. ഓക്കെ, മാംഗോ ഷവർ ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ പറഞ്ഞത് ശരിയാണോ? ഓക്കെ, ചിനൂക്കാണ് 1ാമത്തത്. ചിനൂക്കാണ്. എവിടെയായിരുന്നു? റോക്കി പർവ്വത നിരകളിലാണ്. ലൂ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്, അഥവാ ഉത്തരേന്ത്യയിലാണ്. ഫൊന്നെ ആൽപ്സ് പർവ്വത നിരത്തിലാണ്. മാംഗോ ഷവർ സൗത്ത് ഇന്ത്യയിലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് നോക്കി, ഞങ്ങൾക്ക് പ്രത്യേക 4 മാർക്ക് വെറുതെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതാണ്. നോക്കിയേ 4 മാർക്കിന്റെ ചോദ്യം ഇതിൽ നിന്ന് വരികയാണെങ്കിൽ, ലൂ ഉത്തരേന്ത്യൻ സമതൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. എന്താണ്? റൈസ് ഇൻ ദ സമ്മർ ടെമ്പറേച്ചർ അല്ലെ. നോർത്ത് ഇന്ത്യയിൽ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? ചൂട് കൂട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രാദേശികമായിട്ടുള്ള ലോക്കൽ വിൻഡാണ് ഈ ലൂ എന്ന് പറയുന്നത്. മാംഗോ ഷവർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്, നമ്മുടെ ഭാഗത്താണ്. റൈപ്പനിങ് ആൻഡ് ഫാൾ ഓഫ് മാംഗോസ്, മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനൊക്കെ കാരണമാകുന്നു. ചിനൂക്ക് റോക്കി മൗണ്ടെയിൻസ് ഇൻ നോർത്തേൺ അമേരിക്ക, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരത്തിലാണ്. അതിന്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഞ്ഞുതീനി അല്ലെ. ഏതായിരുന്നു? മഞ്ഞുതീനി.
ക്ലിയർ ആണല്ലോ മക്കളെ? പിന്നെ എന്ത് ചെയ്യുന്നു? ഹെൽപ്ഫുൾ ഫോർ വീറ്റ് കൾട്ടിവേഷൻ ഇൻ ദ കനേഡിയൻ ലോലാൻഡ്സ്. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാറ്റാണ് ഏത്? ഈ ചിനൂക്ക് എന്ന് പറയുന്ന ഈ കാറ്റ്. ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. ഇനി രണ്ട് കാറ്റില്ലേ മക്കളെ? ഏതൊക്കെയാ രണ്ട് കാറ്റ്? ഹർമാറ്റർ എന്നൊക്കെ പറയുന്ന ഏതൊക്കെയാണ്? സഹാറ മരുഭൂമിയിൽ നിന്ന് വെസ്റ്റേൺ ആഫ്രിക്കയിലേക്ക്, സഹാറ ഡെസേർട്ടിൽ നിന്ന് വെസ്റ്റേൺ ആഫ്രിക്കയിലേക്ക് ബ്ലോ ചെയ്യുന്ന കാറ്റാണ് ഏത്? ഈ ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മക്കളെ ഏത്? ഡോക്ടർ എന്നുള്ളത്. എന്താണ് പേര്? ഡോക്ടർ എന്നുള്ളത് അല്ലെ? ഡോക്ടർ എന്നുള്ളത്. പിന്നെയോ അവസാനം നമ്മൾ പറഞ്ഞത് ഫൊന്നാണ്. പൊന്നാണ് അല്ലെ? ആൽപ്സ് മൗണ്ടെയിൻസിലാണ്, ആൽപ്സ് പർവ്വത നിരകളിലാണ്. എന്താ പ്രത്യേകത? ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ സെവറിറ്റി ഓഫ് കോൾഡ് ഇൻ ദാറ്റ് റീജിയൻ. ആ പ്രദേശത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറച്ച് നല്ലൊരു കാലാവസ്ഥയാക്കി മാറ്റുന്ന കാറ്റാണ് ഇത് ഫൊൻ കാറ്റ്. മനസ്സിലായോ? 4 മാർക്കിന്റെ ചോദ്യമാണ്. 4 മാർക്കിനാണ്. ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുമായിട്ട് വൺ വേർഡുകളായിട്ടും നിങ്ങൾക്ക് തരും, തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ? അടുത്തത് മക്കളെ ലാസ്റ്റ് പറയാൻ പോവാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കഴിഞ്ഞ കൊല്ലം 2023 ഫസ്റ്റ് ടേമിന് ചോദിച്ച ചോദ്യമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 24ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ആൻഡ് സബ് പോളാർ ലോ പ്രഷർ സോൺ. അല്ലെ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയും അല്ലെ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയും രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന്, അതെന്താ എന്ന് വിശദീകരിക്കാനാണ്. നമുക്കറിയാം 4 കാര്യങ്ങളാണ്, 4 പ്രഷർ ബെൽറ്റുകളാണ് ഉണ്ടായിരുന്നത്, 4 പ്രഷർ സോണുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, പിന്നെ സപ്പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ? പിന്നീട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെയുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ആണ്. എന്താന്ന് എഴുതി വെച്ചാൽ മതി. ദി പ്രഷർ ബെൽറ്റ് ഈസ് ലൊക്കേറ്റഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ അല്ലെ? 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ്. 2 അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ. Then next the warm air rising from the equatorial low pressure belt 0 degree gradually cools and drops 30 degree latitude under the influence of Earth's rotation. അല്ലെ? മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചു വരുന്ന അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ചൂട് പിടിച്ചിരുന്ന വാമായിട്ടുള്ള എയർ എന്ത് ചെയ്യും? ക്രമേണ തണുത്ത്. എന്തിന് കാരണം? ഭൂഭ്രമണത്തിന്റെ സ്വാധീന ഫലമായിട്ട് അല്ലെ? എർത്തിന്റെ റൊട്ടേഷൻ കാരണം 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് താഴ്ന്നിറങ്ങാന്ന് നമ്മൾ പറയുന്നു അല്ലെ? താഴ്ന്നിറങ്ങുന്നു അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചൂട് പിടിച്ചു വരുന്ന ആ ഒരു കാറ്റ് ആ ഒരു സണ്ണിന്റെ നേരെ പതിക്കുമ്പോൾ, ഓവറായിട്ട് ഇക്വേറ്ററിന് നേരെ മുകളിൽ പതിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എയർ എന്താകും? എക്സ്പാൻഡ് ആയി മുകളിലേക്ക് എന്ത് ചെയ്യും? പോകുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ആ പോകുന്ന സമയത്ത് മക്കളെ എന്തായി? മുകളിലേക്ക് എത്തുമ്പോൾ, ഈ 30 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ആ റൊട്ടേഷന്റെ ഫലമായിട്ട് അവിടെ എന്താകും? താഴാൻ തുടങ്ങുന്നു. താഴുമ്പോൾ അവിടെ എന്തായി? തണുക്കാൻ തുടങ്ങുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അവിടെ എന്തായി മാറുന്നത്? ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറുന്നത്. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. കണ്ടോ? ഇനി അടുത്തതോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ? എങ്ങനെയാണ്? ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിന്റെ നേരെ നിയർ ആയിട്ട് കിടക്കുന്നതാണ്, അടുത്ത് കിടക്കുന്ന ഭാഗമാണ് അല്ലെ? അഥവാ ധ്രുവത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തണുത്ത കാറ്റല്ലേ വരേണ്ടത് അല്ലെ? തണുത്ത കാറ്റല്ലേ വരേണ്ടത്. The air in this zone thrown away due to the rotation of the earth. അവിടെ പക്ഷെ എന്താണ്? ലോ പ്രഷർ ആകാനുള്ള കാരണം എന്താ? റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ്. അതിന്റെ റിസൾട്ട് കാരണം എന്താണ്? എക്സ്പീരിയൻസ്ഡ് ഓൾ ലോങ് ദ സബ് പോളാർ റീജിയൻ അല്ലെ? എന്താ സംഭവിച്ചത്? തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ഭ്രമണം കാരണം അത് ശക്തമായിട്ട് അങ്ങോട്ട് മേൽക്കാണ് പോകുന്നു, ചുയറ്റി അങ്ങോട്ട് എറിയപ്പെടുന്നു. ഇതുമൂലം അവിടെ എന്തായി? ന്യൂനമർദ്ദമായിരിക്കും.
ക്ലിയർ ആയ എൻ്റെ മക്കൾക്ക്? ക്ലിയർ ആയ എൻ്റെ മക്കൾക്ക്? ക്ലിയർ ആയിട്ടില്ല എന്തിനാ നിങ്ങൾ ആ ലൈവൊക്കെ ഒന്ന് കണ്ടു നോക്കിയേണ്ടി. അതിലുണ്ടാവും നമ്മൾ ഇങ്ങനെ പറയുന്നത് അല്ലേ, എന്താണ് ഇതിങ്ങനെ തണുത്താണ് കിടക്കുന്നത്, പോളിന് അടുത്താണ് അല്ലേ, എന്താണ് ധ്രുവപ്രദേശത്തിന് അടുത്താണ്. പക്ഷേ അവിടെ തണുത്ത കാറ്റാകുമ്പോൾ ഹൈ പ്രഷറാണ് വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ലോ പ്രഷർ ആയത്? അവിടെ റൊട്ടേഷൻ കാരണം അവിടെ ഉണ്ടായിരുന്ന എയറിന് എന്ത് ചെയ്യാണ്, ഏറ്റവും ഇങ്ങോട്ട് ത്രോ ചെയ്യാണ്, എറിയപ്പെടുകയാണ്. സോ അതുകൊണ്ട് അവിടെ എന്തായി, ലോ പ്രഷറായിട്ട് മാറുകയാണ് എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ മക്കളെ? അടുത്തത് എന്താ? നമ്മളെ പ്രധാനപ്പെട്ട ചോദ്യം, ഉത്തരായനും ദക്ഷിണായനും ഷോർട്ട് നോട്ട് എഴുതാനാ പറയുന്നത് അല്ലെ, കുറിപ്പ് എഴുതാനാ പറഞ്ഞത്. ഉത്തരായനും ദക്ഷിണായനും നമുക്കറിയാലോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ് എന്നാണ്. എന്താ അതിന്റെ പ്രത്യേകത അല്ലെ? പിന്നെയോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള അപ്പയറന്റ് മൂവ്മെന്റ് ആണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത, അത് എന്നാണ് എന്നൊക്കെയല്ലേ നമുക്ക് അറിയേണ്ടത്. നോക്കിക്കോളിടാ, നോക്കിക്കോളി. എങ്ങനെയാ? ദിസ് നോർത്ത് വേർഡ് apparent movement of the sun from tropic of Capricorn to tropic of Cancer is termed ഉത്തരായനം. അഥവാ ശ്രദ്ധിച്ചോളിയ, ഇതാണല്ലോ ഇത് ഇക്വേറ്റർ, ഇത് 23.5 ഏതാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. സോ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ഇതിനാണടാ എന്ത് പറയാ? ഉത്തരായനം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എന്നാ അവിടെ എത്തുക? ഇവിടെ നിന്ന് തുടങ്ങുക ഡിസംബർ 28. അതുപോലെ തന്നെ ഇവിടെ എപ്പോൾ എത്തും? ജൂണ് 21-നെത്തും. ജൂണ് 21-നെത്തും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജൂൺ 21-നെത്തും. ഇതിനാണടാ എന്ത് പറയാ? ഉത്തരായനം. അല്ലേടാ ഡിസംബർ 22 ആൻഡ് ജൂൺ 21 അല്ലെ, ഡിസംബർ 22 ജൂൺ 21. സോ ഓക്കെ, ഇതാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? ലെങ്ത് ഓഫ് ദി ഡേ അല്ലെ, ലെങ്ത് ഓഫ് ദി ഡേ ഇൻക്രീസിങ്. ഡേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി നേരെ തിരിച്ച് എന്താ? ദക്ഷിണായനം. ദ സൗത്ത് വേർഡ് അപ്പയർമെന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെ. അതാവാ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. എവിടുന്ന്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക്. എന്നാ തുടങ്ങുക? ജൂൺ 21 തുടങ്ങും അല്ലെ. ജൂൺ 21 മുതൽ തുടങ്ങിയിട്ട് ഡിസംബർ 22-നാണ് എത്തുക. ഇതിനാണടാ എന്ത് പറയുന്നത്? ഇതിനാണ് എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താ അതിന്റെ പ്രത്യേകത? പകലിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരും. ഡാൻഡെയും ഇങ്ങനെ ഷോർട്ടായി ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത് നോക്കിയടാ, ആഗോളവാദങ്ങൾ. ലിസ്റ്റ് ഔട്ട് ദ പ്ലാനറ്ററി വിൻസ് ആൻഡ് എക്സ്പ്ലെയിൻ what. ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ പ്ലാനറ്ററി വിൻസുകൾ 3 ഉണ്ട്. ആ 3 ഇതിന് ഒന്ന് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2 മാർക്കും. ടോട്ടൽ എത്രയായി? ടോട്ടൽ 5 മാർക്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 മാർക്കുകള് ആഗോളവാദങ്ങൾ, പ്ലാനറ്ററി വിൻസുകൾ ഏതൊക്കെയാ? ട്രേഡ് വിൻഡിന്റെ, വെസ്റ്റേർലൈസിന്റെ, പോളാർ ഈസ്റ്റർലൈസിന്റെ അല്ലെ, അഥവാ വാണിജ്യവാദങ്ങള്, അതുപോലെ തന്നെ പശ്ചിമവാദങ്ങള്, ധ്രുവീയ പൂർവ്വവാദങ്ങള്. അതിലേതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ട്രേഡ് വിൻഡിനെ ആയിക്കോട്ടെ അല്ലെ. ട്രേഡ് വിൻഡ്, വാണിജ്യവാദങ്ങൾ. എന്താ വാണിജ്യവാദങ്ങൾ അല്ലെ? ദ വിൻഡ്സ് ആർ കോൺസ്റ്റന്റ്ലി ബ്ലോവിംഗ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലെ. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഓഫ് ബോത്ത് ഹെമിസ്ഫിയർസ്. അഥവാ ബോത്ത് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2 എത്രയാണ്? 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തിലും ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലാണ്. സോ അത് എങ്ങോട്ടാ വീശുന്നത്? എങ്ങോട്ടാ ബ്ലോ ചെയ്യുന്നത് മക്കളെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ്. ഇതിനാണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് വിൻഡിനെ നമ്മൾ 2 എണ്ണമാക്കി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? 2 അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രിയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് ഏത്? വാണിജ്യവാദം. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഈ വിൻഡ് എങ്ങോട്ടാ ബ്ലോ ചെയ്യുന്നത്? നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലെ. നോർത്ത് ഈസ്റ്റിലാണ്, അഥവാ ഇങ്ങോട്ടാണ് ബ്ലോ ചെയ്യുന്നത്.
അഥവാ എന്താണ് വടക്ക് കിഴക്ക് നിന്നും വീശുന്നതിനാൽ ഈ കാറ്റ് എന്ത് പറയപ്പെടും? വടക്ക് കിഴക്കൻ വാണിജ്യം അല്ലെ, എന്താണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് നിന്നാണ്. എവിടുന്ന? തെക്ക് കിഴക്ക് നിന്ന് വീശുകയാണ്. തെക്ക് കിഴക്ക് നിന്ന് വീശുകയാണ്. സോ അതുകൊണ്ട് തന്നെ എവിടുന്ന് വീശുന്നത്? സൗത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്ത് സദേൺ ഹെമിസ്ഫിയർ. സൗത്ത് ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതുകൊണ്ട് എന്ത് പറയാം? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയും. എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ടാ ബ്ലോ ചെയ്യാം അല്ലേ? ഇങ്ങനെയാണ് പോവുക എന്നർത്ഥം. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇങ്ങനെയാണ് എന്ത് ചെയ്യടാ? ബ്ലോ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇക്വേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇക്വേറ്റർ ആണ്. ഇതാണ് 30 ഡിഗ്രി എന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോവുക? ഇതെങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ ആണോ? ഇതിനാണ് എന്ത് പറയുന്നത്? തെക്ക് കിഴക്കൻ വാണിജ്യം അഥവാ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്. സോ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇതാണടാ. ഇനി നമ്മൾ അടുത്ത് പോവുകയാണ്. ഐഡന്റിഫൈ ദ ഡേയ്സ് ഡ്യൂറിങ്. എന്താണ്? ഡേയ്സ് ഐഡന്റിഫൈ ചെയ്യാനാ ഡേയ്സ് ഐഡന്റിഫൈ ചെയ്യാനാ പറയുന്നത്. ഡ്യൂറിങ് വിച്ച് ദ സൺസ് റേസ് fall vertically over the given latitude. Explain the എന്താണ് peculiarities of these days അല്ലേ? peculiarities of these days. എന്താണ്? നമ്മൾ പഠിച്ച കാര്യം തന്നെ വീണ്ടും വരികയാണ്. 5 മാർക്കിനൊക്കെ ആയിട്ട് വീണ്ടും വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൂര്യരശ്മികളെ ലംബമായിട്ട് പതിക്കുന്ന വെർട്ടിക്കലി ഓവർ ദി സണ്ണ് അല്ലേ? സണ്ണ് വെർട്ടിക്കലി ആയിട്ട് പതിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ. ഏതൊക്കെയാ? ഡേറ്റുകൾ കാണാനാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ദിവസങ്ങൾ ഏതെല്ലാം എന്നാ ചോദിക്കുന്നത്. ദിവസങ്ങൾ ഏതെല്ലാം? ഉത്തരായന രേഖയ്ക്ക് ഡേയ്സ് പറഞ്ഞോളിയടാ. ഉത്തരായന രേഖയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാ? ജൂൺ 21. ഭൂമധ്യരേഖക്കോ 2 ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. ദെൻ ദക്ഷിണായന രേഖ 1 ബാക്കിയുള്ളൂ, ഡിസംബർ 22. പഠിച്ചില്ലേ? ഇനി അതിന് ചോദിച്ചിട്ടുണ്ട് ദിനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ വിവരിക്കാനാണ്. നോക്കിയാണ് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അന്നെന്താണ്? സമ്മർ സോൾസ്റ്റേസ് ആണ്. അന്നെന്താ? സമ്മർ സോൾസ്റ്റേസ് ആണ്. ജൂൺ 21 ആണ്. അപ്പയറന്റ് പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയാണ്. സോ അതിന്റെ പ്രത്യേകത എന്താ? ലോങ്സ്റ്റ് ഡേ ആണ് ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ക്ലിയർ ആണല്ലോ? ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ജൂൺ 21 സൂര്യൻ നേരെ എത്തുന്നു. ആ ദിവസത്തെ പ്രത്യേകത എന്താ? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകല്, ഏറ്റവും വൃശ്യമായിട്ടുള്ള രാത്രി. ക്ലിയർ ആണോ? ഇനിയോ ഇക്വേറ്ററിനെ നോക്കിയടാ. ഇക്വേറ്ററിന് 2 ദിവസമാണുള്ളത്. മാർച്ച് 21 സെപ്റ്റംബർ 23 അല്ലേ? സണ്ണ് ഇക്വേറ്ററിന് നേർമുകളിലാണ്. എന്താ? ദ ലെങ്ത് ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ അല്ലേ? അതിന് വിളിക്കുന്ന പേരെന്താ? ഇക്നിയോസസ്, സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 അതിന് പറയുന്ന പേരാണ് സമരാത്രം, വിഷുവങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 2 അർദ്ധഗോളങ്ങളിലും ആ ദിവസം എന്താണ്? പകലിന്റെ ദൈർഘ്യം തുല്യമായിരിക്കും. രാത്രിയുടെ ദൈർഘ്യം തുല്യമാണല്ലോ അല്ലേ? ഇനി അടുത്തതോ ലാസ്റ്റ് പറയാണ് മക്കളെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന ഡിസംബർ 22 പൊസിഷന് കിടക്കുന്നത്. എവിടെയാ കിടക്കുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേർമുകളിലാണ്. നേർമുകളിൽ. അതുകൊണ്ട് തന്നെ അതിനെന്താ പറയുന്നത്? വിന്റർ സോൾസ്റ്റേസ് എന്നാ പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? വിന്റർ സോൾസ്റ്റേസ് എന്നാ പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ലോങ്സ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലേ? ശൈത്യ അയനാന്തം, വിന്റർ സോൾസ്റ്റേസ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 22 അല്ലേ? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി, ദൃശ്യമായ പകല് അനുഭവപ്പെടുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നടാ 2023 അഥവാ കഴിഞ്ഞ കൊല്ലത്തെ SSLC ബാച്ചിന് ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈം ഓണം എക്സാമിന് അല്ലെ? ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസുകൾ സിമ്പിൾ ആണ്. ഒരുപാട് 2 മാർക്കിനും 3 മാർക്കിനും ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് വന്നു. പിന്നീട് വരുന്നത് 5 മാർക്കിന് നിങ്ങൾ കണ്ടല്ലോ. ഉത്തരായനം ചോദിച്ചു, പ്ലാനറ്ററി വിൻസുകളെ ചോദിച്ചു. അതിൽ ഏതെങ്കിലും ഒന്ന്
ഒന്നെടുക്കാൻ അല്ലേ. പിന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല അഥവാ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും അതുപോലെ തന്നെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനാണ് ചോദിച്ചത് മക്കളെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സിമ്പിൾ ആണടാ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ അങ്ങനെയായിരിക്കും കംഫർട്ടബിൾ ആക്കുക. അപ്പോൾ അത്രയ്ക്കും എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടായിരിക്കും. അപ്പം നല്ല പോലെ പഠിക്കുക. വീണ്ടും അടുത്തതിൽ കാണുന്നത് വരെ ബൈ.